അറബിക്കടലിൽ വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യൻ നാവികസേന. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ MV റൂൻ കപ്പലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേന തിരിച്ചുപിടിച്ചത്. കടൽ കൊള്ളക്കാർ ബന്ദികളാക്കിയ 17 കപ്പൽ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചിട്ടുണ്ട്. 40 മണിക്കൂർ നീണ്ട കമാൻഡോ നടപടികൾക്കൊടുവിലാണ് കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നേവി കീഴ്പ്പെടുത്തിയത്. C-17 എയർക്രാഫ്റ്റിൽ നിന്നും മറൈൻ കമാൻഡോകൾ പാരച്യൂട്ട് വഴി ഇറങ്ങിയായിരുന്നു ഓപ്പറേഷൻ. കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ കൊള്ളക്കാർ നാവികസേനയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഓപ്പറേഷന്റെ ഭാഗമായി 35 സൊമാലിയൻ കടൽ കൊള്ളക്കാരും കീഴടങ്ങിയതായി നാവികസേന അറിയിച്ചു. റാഞ്ചിയ ചരക്ക് കപ്പലായ റൂനിനെ മറ്റ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള മദർ പൈററ്റ് ഷിപ്പായി ഉപയോഗിക്കാനാണ് കടൽ കൊള്ളക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് സേനാവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പിടിയിലായ 35 കടൽ കൊള്ളക്കാരെയും നാവികസേന ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നിയമത്തിനും മാരിടൈം ആൻഡ് പൈറസി ആക്ട് പ്രകാരവും വിചാരണ നടപടികൾക്ക് വിധേയരാക്കുമെന്ന് നാവികസേന അറിയിച്ചു. 37,800 ടൺ ചരക്കുമായി പോയ മാൾട്ട കമ്പനിയുടെ കപ്പലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. കഴിഞ്ഞ വർഷം വിജ്ഞാപനം ചെയ്ത മാരിടൈം ആൻഡ് പൈറസി നിയമപ്രകാരമാകും കൊള്ളക്കാരെ വിചാരണ ചെയ്യുക. സാധാരണയായി പിടികൂടുന്ന കൊള്ളക്കാരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്ത ശേഷം വിട്ടയക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ തിരിച്ചു വെടിവെച്ചിരുന്നു. ഇവരെ വിട്ടയച്ചാൽ വീണ്ടും സംഘം ചേർന്ന് കപ്പലുകൾ തട്ടിയെടുക്കാൻ സാധ്യത കൂടുതലാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിസംബറിൽ സൊമാലിയൻ കൊള്ളക്കാർ റാഞ്ചിയ മാൾട്ടീസ് ചരക്കുകപ്പലായ MV റൂവനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേന വീണ്ടെടുത്തത്. INS കൊൽക്കത്തയാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. മറൈൻ കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനിടെ കടൽ കൊള്ളക്കാർ നടത്തിയ വെടിവയ്പിൽ ഒരു ഡ്രോൺ തകർന്നിരുന്നു. കപ്പൽ വളഞ്ഞ ശേഷം നാവികസേനയുടെ പ്രത്യേക കമാൻഡോ സംഘമായ മാർക്കോ സംഘങ്ങൾ കപ്പലിൽ കയറി കൊള്ളക്കാരെ നേരിടുകയും കീഴടങ്ങാൻ നിർബന്ധിക്കുകയുമായിരുന്നു. ബൾഗേറിയ, മ്യാൻമർ, അങ്കോള എന്നിവിടങ്ങളിലെ പൗരന്മാരാണ് കപ്പലിലുണ്ടായിരുന്നത്.